ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ. വെൽക്കം ടു ഡേ 4 ഓഫ് 30-day നഴ്സിംഗ് കരിയർ സീരീസ്. ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ട് പോകണം. ആദ്യത്തേത്, നോ ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ വിഷൻ, മിഷൻ, ബെഡ് സ്ട്രെങ്ത് ആൻഡ് സ്പെഷ്യാലിറ്റി തറോ ആയിട്ട് പഠിച്ചിട്ട് വേണം ആ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു നഴ്സിംഗ് ഇന്റർവ്യൂവിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. രണ്ടാമത്, റിവൈസ് ദ ബേസിക്സ്. ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യം വരുന്നതും ബേസിക്സിൽ നിന്നായിരിക്കും. അതായത് ഇഞ്ചക്ഷൻസ്, മെഡിക്കേഷൻ, ഡ്രഗ് കാൽക്കുലേഷൻ ആൻഡ് വൈറ്റൽസ്. ഇതെല്ലാം തറവായിട്ട് തന്നെ പഠിച്ചിട്ട് ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മൂന്നാമത്, നോ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ നെയിം, ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റഡ് ഏരിയ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറയുക. ബട്ട് ഡോണ്ട് ബി ഓവർ കോൺഫിഡൻറ്റ്. നാലാമത്, ഡ്രസ് ആൻഡ് ബോഡി ലാംഗ്വേജ്. ഇതായിരിക്കും ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ നൽകുക. സോ വെയർ എ good formal dress with a pleasant smile and always maintain eye contact. Last but not the least, ask them smart question. ഉദാഹരണത്തിന് ഹോസ്പിറ്റലിലുള്ള നഴ്സുമാർക്ക് നിങ്ങൾ ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കാറുണ്ടോ? ഇതേപോലുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ ലെവൽ ഓഫ് നോളജ് ആൻഡ് പേഴ്സണാലിറ്റി അവർക്ക് മനസ്സിലാവുന്നതാണ്. അവസാനമായിട്ട് ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോബ് വേക്കൻസി തിരയുമ്പോൾ അവരുടെ HR ഡിപ്പാർട്ട്മെന്റിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ എഫിഷ്യൻസി, ലെവൽ ഓഫ് നോളജ് ആൻഡ് കോൺഫിഡൻസ് അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നതാണ്. മേൽ പറഞ്ഞ പോയിന്റുകൾ ഇപ്പോഴേ നോട്ട് ചെയ്തു വെച്ചോളൂ, കാരണം ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഇനി അടുത്ത വീഡിയോയിൽ ഒരു ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡന്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.